സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ സംസ്ഥാന വ്യാപക റെയ്ഡ്. ഓപ്പറേഷൻ സൈഹണ്ട് എന്ന പേരിലായിരുന്നു ഈ റെയ്ഡ് നടത്തിയത്. നിരവധി പേർ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. അതിൽ കൊച്ചിയിൽ അറസ്റ്റിലായവരിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള തട്ടിപ്പ് സംഘമുണ്ട് എന്നതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. ഏലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് 3 വിദ്യാർത്ഥികൾ അറസ്റ്റിലായിട്ടുള്ളത്. ഒന്ന് ഹാഫിസ്, അൽത്താഫ്, അതോടൊപ്പം തന്നെ അഭിഷേക് വിജു എന്നിവരാണവർ. അതായത് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഈ തട്ടിപ്പ് സംഘം പ്രധാനമായും മ്യൂൾ അക്കൗണ്ടുകൾ വഴിയാണ് ഈ പ്രധാനമായിട്ടുള്ള ഈ തട്ടിപ്പുകളൊക്കെ നടത്തിയിരുന്നത്. പലരുടെയും അക്കൗണ്ടുകൾ വാടകയ്ക്ക് എടുക്കുകയായിരുന്നു. എന്നിട്ട് അവർക്ക് കമ്മീഷൻ കൊടുക്കും. ഈ തട്ടിപ്പ് തുക ആ അക്കൗണ്ടിലേക്ക് വരികയും ചെയ്യും. അതെടുത്ത് കൈമാറണം. ഇതായിരുന്നു രീതി. ഇവിടെയും നടന്നത് അതുതന്നെയാണ് എന്നതാണ് പോലീസ് പറയുന്നത്. ഹാഫിസ് എന്ന് പറയുന്ന വ്യക്തി ഈ മറ്റ് 2 വിദ്യാർത്ഥികളോടും പറയുന്നു, തനിക്ക് കുറച്ച് പണം വരാനുണ്ട്, തൻ്റെ ആ പരിധി എക്സ്റ്റെൻഡ് ചെയ്തു, അതുകൊണ്ട് തൻ്റെ അക്കൗണ്ടിലേക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കാം, അങ്ങനെ അക്കൗണ്ട് എടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അക്കൗണ്ട് എടുക്കുന്നു. അതിൻ്റെ പാസ്വേഡും ആ ATM കാർഡും ഒക്കെ ഈ പറയുന്ന ഹാഫിസിൻ്റെ കയ്യിലായിരുന്നു. അതിലേക്ക് പണം വരുന്നു. ഏകദേശം രാവിലെ മുതൽ ഉച്ചവരെ 6 ലക്ഷത്തോളം രൂപയാണ് വന്നത്. അത് പിൻവലിക്കുന്ന ഘട്ടത്തിലായിരുന്നു പോലീസിൻ്റെ കസ്റ്റഡി. എന്തായാലും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് കൊച്ചിയിൽ മാത്രം തട്ടിപ്പിന് ഉപയോഗിച്ച 300 അക്കൗണ്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതാണ്. അതിൽ കൂടുതലും കോളേജ് വിദ്യാർത്ഥികളുടെയും മറ്റും അക്കൗണ്ടുകളാണ്. അവരും ഇതിനകത്ത് ഇരകളായി വരികയാണ്. അപ്പോൾ പോലീസ് അവർക്കെതിരെയുള്ള നടപടികൾക്കൊപ്പം ബോധവൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ആലോചിക്കുന്നു എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നത്. ഹാഫിസ് എന്നയാൾ കുറേ സ്റ്റുഡൻറ്റുകളിൽ നിന്ന് ഇതുപോലെ അക്കൗണ്ടുകൾ ആവശ്യപ്പെട്ടിട്ട് ആ അക്കൗണ്ടുകൾ സ്റ്റുഡൻറ്റുകളുടെ പേരിലുള്ള അക്കൗണ്ടുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കുറേ ഗെയിമിംഗ് ആപ്പിൽ കൂടെ കുറേ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ ആ പൈസ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി അവരുടെ അക്കൗണ്ടിൻ്റെ ലിമിറ്റ് കഴിഞ്ഞു, അതുകൊണ്ട് വേറെ അക്കൗണ്ടുകൾ ആവശ്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ അക്കൗണ്ടുകൾ ഇവർ വാങ്ങുന്നതും. ആ അക്കൗണ്ട് വാങ്ങുന്ന സമയത്ത് അവർക്ക് കുറച്ച് പൈസ കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് മറ്റു കുറേ സ്റ്റുഡൻസ് ഇവർക്ക് അക്കൗണ്ടുകൾ ഏൽപ്പിച്ചത്. വരും ദിവസങ്ങളിലും ഓപ്പറേഷൻ സൈഹണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയും മറ്റു കാര്യങ്ങളും തുടരും. തുടർ അറസ്റ്റുകളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. കൂടുതൽ വിദ്യാർത്ഥികളും ഒരുപക്ഷെ അറസ്റ്റിലാകാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. എന്തായാലും സംസ്ഥാനത്താകെ ഏകദേശം 268ഓളം പേർ ഇതിനോടകം അറസ്റ്റിലായി കഴിഞ്ഞു. 382ഓളം കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്യാപകമായ രീതിയിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അരങ്ങേറുന്ന ഘട്ടത്തിലായിരുന്നു പോലീസിൻ്റെ രഹസ്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾക്കും മറ്റുമൊക്കെ ഒടുവിൽ ഇത്തരത്തിലുള്ളൊരു വ്യാപക പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ക്യാമറമാൻ ആന്റണി ഗ്രിഗറിക്കൊപ്പം എസ് ഷാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.